അത് അന്നത്തെ ദിവസം ഓർത്തെടുക്കാൻ പറ്റുമോ? അന്ന് മരണപ്പെട്ട ദിവസം തലേന്ന് പോയത് പറ്റും. അത് എങ്ങനെയാണെന്ന് അത് അന്ന് ഞാൻ എന്റെ അന്ന് വിളിച്ചിരുന്നോ? ഒന്ന് കോൾ ചെയ്തിരുന്നോ? ലാസ്റ്റ് വീഡിയോ കോൾ ചെയ്തിട്ട് അപ്പം അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പല്ലുവേദനയാവട്ടെ ഒന്ന് എന്നെ ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു പല്ല്. പക്ഷെ പിറ്റേ ദിവസം ഡെഡ് ബോഡി കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ ഒരു നീര് കണ്ടത്. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു പിന്നെ ഇയാൾക്ക് പല്ലുവേദന ചുമ്മാ പറഞ്ഞില്ല. അപ്പം കറക്റ്റ് ആ സമയത്ത് ഋതുവിന് ഇളയാൾക്ക് പല്ലിന് ഇത്ര നീര്, രണ്ടുപേർക്കും ഒരുപോലെ നീര് വന്നു. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് എന്ത് പല്ലുവേദന, കൊച്ചിനാ പല്ലുവേദന, ഒന്ന് വേഗം വായോ, എന്താ പ്രോഗ്രാം കണ്ടിട്ട് വരാത്ത, വേഗം വായോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പേയ്മെൻ്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാവട്ടെ, ഞാൻ പെട്ടെന്ന് വരാം, നീ ഒന്ന് കോൾ എടുക്കാൻ പറഞ്ഞു. പിന്നെ ചുമ്മാ പറയല് ചേട്ടൻ എനിക്ക് വന്ന് വേറെ വർക്കിന് പോകാനായിരിക്കും, കള്ളം പറയാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്ന് വരണമെന്നുള്ള ചിന്തയായിരുന്നു. അപ്പം ആള് നീ ഒന്ന് കോൾ എടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ കിടന്നു. എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, അവളും ഉണ്ടായിരുന്നു, വേറെ ആരും വീട്ടിലില്ല, അവരെല്ലാം ഹോസ്പിറ്റലിൽ. പപ്പാക്ക് കൂടുതലായിട്ട് എല്ലാവരും ഹോസ്പിറ്റലിലായിരുന്നു, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പൊ സുചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ആവട്ടെ നമുക്ക് നാളെ വെളുപ്പിനെ വന്ന് എന്നെ ഒന്ന് വാവട്ടേനെ വിളിക്കത്തുള്ളൂ, വാവട്ടെ നമുക്ക് നാളെ വെളുപ്പിനെ വന്നിട്ട് എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, പിന്നെ പപ്പായെ നമുക്ക് പോയി കാണണം, കുഞ്ഞിനെയും കൊണ്ടുപോകണം, അങ്ങനെ പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം സുചേട്ടൻ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ലാസ്റ്റ് ഒരു 12 മണിയോടെ ആ സമയമാണെന്ന് തോന്നുന്നു, എനിക്കൊന്ന് വീഡിയോ കോൾ ചെയ്യാം. അവര് കേറാൻ പോവാ, ബിനുചേട്ടനും മഹേഷ് കുഞ്ഞുമോനും ഡ്രൈവറും സുചേട്ടനും അതിനു മുമ്പാണ് ഇറങ്ങാൻ പോകും. ഞാൻ ചേച്ചി ഇറങ്ങുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചോണ്ടിരിക്കും. അപ്പൊ അവർക്ക് അറിയാം കോള് വരുമ്പോ ഈ ഞാനിങ്ങനെ അലാറം വെച്ചിട്ടാണ് വിളിക്കുന്നത്. 15 മിനിറ്റ്. സുചേട്ടൻ തിരുവനന്തപുരത്തായിരുന്നു അല്ലേ? തിരുവനന്തപുരത്താണോ കൊച്ചിയിലായിരുന്നു? വടക്കാഞ്ചേരിയിലല്ല, കയ്പമംഗലത്തായിരുന്നു. അപ്പൊ ആളെന്റെ അടുത്ത് പറഞ്ഞു ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റില്ല, എനിക്കറിയില്ലല്ലോ മരിച്ചു പോവാന്ന്, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചാൽ എന്താ പറ്റാത്ത? ഞാൻ പറഞ്ഞു ചേട്ടൻ ഇങ്ങോട്ട് വരുമല്ലേ, പിന്നെ എന്തിനാ ഞാൻ ഉറങ്ങും, കൊച്ചുറങ്ങും, എനിക്ക് കുഞ്ഞിനെ കാണുമെന്ന് പറഞ്ഞു. അവസാനമായിട്ട് പറഞ്ഞത് എനിക്ക് ഋതപ്പനെ കാണുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടൻ ഇങ്ങോട്ടല്ലേ വരുന്നത്, എന്തിനാ ഋതപ്പനെ കാണാൻ വാശി പിടിക്കണം, ഞാൻ എടുക്കില്ല, എനിക്ക് ഉറക്കം വരുന്നു. പിന്നെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തു കുറെ കട്ട് ചെയ്ത്, പിന്നെ എനിക്ക് എന്തോ തോന്നി, ഞാൻ എടുത്തിട്ട് ഇങ്ങനെ കൊച്ചിനെ മാത്രം കാണിച്ചു. അപ്പൊ കരഞ്ഞു, ആള് കരഞ്ഞു, നന്നായിട്ട് കരയും. അതായത് ഇപ്പൊ 2-3 ദിവസത്തിൽ കൂടുതൽ മാറി നിന്ന ആള് വീഡിയോ കോൾ ചെയ്താൽ കരയുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ സ്വാഭാവികമായിട്ടൊന്നും തോന്നി. മനസ്സത്രയും ഒരു നിഷ്കളങ്കമായിട്ടുള്ള മനസ്സാണ്. സത്യമാണ്, നിഷ്കളങ്കനായിരുന്നു. അപ്പൊ ആള് കരഞ്ഞപ്പോ ഞാൻ ചോദിച്ചു എന്തിനിങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്നെ ഒന്ന് നോക്ക്, നിന്നെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ എന്നെ കാണാൻ ഒന്ന് പോയെന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു ഒന്ന് നോക്കുവാവട്ടെ, എൻ്റെ ഇവിടെ വേദനയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് സാരല്ല നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകട്ടോ, വേഗം വായെന്ന് പറഞ്ഞു. ഞാനും കട്ട് ചെയ്തിട്ട് കിടന്നു. അതായിരുന്നു ലാസ്റ്റ് പറഞ്ഞൊരു വാക്കുണ്ട്, കിച്ചു വന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവനിപ്പോ പുറത്ത് പോയിക്കായിരുന്നു കൂട്ടുകാരുടെ കൂടെ, ആ ടൈമിൽ എന്തോ പാർട്ടി എന്തോ ഉണ്ടായിരുന്നു, പോയേക്കുമായിരുന്നു. അവൻ വന്നിട്ടില്ല. അവൻ വരുമ്പോൾ വെളുപ്പിന് 5 മണിയാകുമ്പോൾ എന്നെ വന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞിനെ എടുക്കണ്ട, ആര്യമ്മ ഉണ്ടല്ലോ, കുഞ്ഞിനെ എടുക്കണ്ട, അപ്പം നമുക്ക് നീയും കിച്ചും കൂടെ വന്ന് കൊണ്ടുവരിക. അപ്പം എന്തുവാ പറയാ, ഞാൻ അവിടെ കാണും, ഡ്രൈവർ ഇവിടെ പന്തളോ ആ ഭാഗത്തെങ്ങാണ്ടുള്ള ഡ്രൈവർ, അങ്ങനെ കണ്ടൊരു പത്തനംതിട്ടയിലും കണ്ട. അപ്പൊ ആളുടെ അടുത്ത് പറയും ചങ്ങനാശ്ശേരിയിൽ ആക്കാന്ന് പറഞ്ഞു. 5 മണിയാകുമ്പോൾ ഞാൻ കൃത്യം വരും, നിങ്ങൾ അവിടെ വന്ന് കാറിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വരികയെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ഞാൻ വെച്ചു. പിന്നെ രാവിലെ എഴുന്നേക്കുമ്പോൾ ഞാൻ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. പക്ഷെ വെളിയിലുള്ള ആളായിരുന്നു, ഞങ്ങൾ കതക് തുറക്കാത്തത് കൊണ്ട് അറിഞ്ഞില്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ രാവിലെ ആദ്യം എഴുന്നേറ്റുണ്ടെ വിളിക്കുന്ന ചേട്ടൻ, കാരണം ഇത്രയും നേരം വന്നില്ലല്ലോ, ഇനി വല്ലോ ഉറങ്ങി എങ്ങാനും അവിടെ വല്ലതും ഇരിക്കുവാണോ എന്ന് ഞാൻ ഓർത്തെ. അപ്പൊ ഞാൻ ഫോൺ എടുത്തപ്പോഴത്തേന് ഒരു 5 പ്രാവശ്യം ഞാൻ ചേട്ടനെ വിളിച്ചു. ബെല്ലുണ്ടായിരുന്നു, ബെല്ലുണ്ട്. ഞാൻ ഇനി ഉറക്കറി, ഞാനൊരു 100 വിളി വിളിച്ചാലും ചിലപ്പം ബെല്ലടിച്ചാൽ എടുക്കത്തില്ല. ഉറങ്ങുവാണെങ്കിൽ ആൾ ഉറങ്ങി തന്നെ ഇരിക്കും. പിറ്റേ ദിവസമായിരിക്കും ഇത് കാണുന്നത്. അപ്പം ഞാൻ വഴക്ക് പറയും. അപ്പൊ 5 പ്രാവശ്യം വിളിച്ചിട്ട് എനിക്ക് മടുത്ത്. ഞാൻ നോക്കിയപ്പോൾ തന്നെ വേറെ മിസ് കോളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇത് എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഒരു ലോക്ക്ഡൌൺ ടൈമിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഫേസ്ബുക്ക് ഇതൊക്കെ. അപ്പൊ ഇനി അതാണോ എന്തോ, കാരണം ഇങ്ങനെ ആൾക്കാർ വിളിച്ചോണ്ടിരിക്കും. ഞാൻ ഒരു കോൾ എടുത്തിട്ട് ചേട്ടത്തിയാണ്, സുചേട്ടൻ്റെ വൈഫ് രേണു, സുധി എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ സുചേട്ടൻ വടക്കാഞ്ചേരി പ്രോഗ്രാമിന് പോയി എന്ന് പറഞ്ഞു. അല്ല അവിടെ ഇല്ല, ഞാൻ പറഞ്ഞില്ല. അപ്പം മനസ്സിലായി, എനിക്ക് മനസ്സിലായിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അവരപ്പം കോള് കട്ട് ചെയ്തു. പിന്നെ ഇങ്ങനെ കോള് വന്നപ്പോൾ എന്തോ ഡൗട്ട് അടിച്ച് വെളിയിൽ ഇറങ്ങിയപ്പോൾ അതിന് മുന്നേ ഞാൻ കിച്ചുവിനെ തട്ടി വിളിച്ചു, എങ്ങനെയല്ലോ ഒന്ന് എഴുന്നേക്കട, അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മുടെ വിചാരം ഇനി കയ്യോ കാലോ വല്ലോ ഇടിച്ചോ, അത്രേ നമ്മൾ ചിന്തിക്കത്തില്ല, മരിച്ചെന്ന് ചിന്തിക്കത്തില്ലോ. വെളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ ചോദിക്കണം, ആള് കൂടിയപ്പോൾ ഞാൻ ചോദിക്കണം ബിനുചേട്ടന് എന്തെങ്കിലും പറ്റിയോ, ബിനുചേട്ടൻ ഓക്കെ ആണോ. സുചേട്ടനെ പറ്റി ഞാൻ ചോദിക്കുന്നില്ല, സുചേട്ടൻ സേഫ് ആണല്ലോ. ബിനുചേട്ടൻ എന്തെങ്കിലും പറ്റിയോ, കൂടുതൽ മഹേഷിന് എന്തെങ്കിലും പറ്റിയോ എന്നാണ് ഞാൻ വണ്ടി ആക്സിഡന്റ് ആയെന്ന് ആ സമയത്ത് ഒരു അമ്മ വന്നിട്ടെടുത്തത്. അവര് ഒന്നുമില്ലടി, ഞാൻ വെച്ചാൽ എന്ത് പറ്റി, ആളെല്ലാം കൂടിയത് എന്താ സംഭവം. അതൊരു കോളനി പോലത്തെ ഭാഗമായിരുന്നു ഞങ്ങള് വാടകയ്ക്ക് താമസിച്ചത്. അപ്പൊ ആളെല്ലാം അങ്ങ് തൊട്ട് ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുക. അപ്പൊ എന്തോ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്തേലും പറ്റുമോ സുചേട്ടന്.
പറ്റിയ എന്താണ്. അപ്പം അപ്പുറത്തെ ഞാൻ ചോദിക്കുന്നുണ്ട് ഓരോ വീട്ടിലും കയറി. അപ്പൊ അവര് പറഞ്ഞു അപ്പൊ 24 ഒക്കെ അങ്ങ് മാറി നിൽക്കുവാണ്. ഐശ്വര്യ വന്ന് സ്റ്റാർ മാജിക്കില് അവളുടെ അടുത്ത് പറഞ്ഞു ഇവര് അറിഞ്ഞിട്ടില്ല, രേണു ഒന്നും അറിഞ്ഞിട്ടില്ല, നിങ്ങൾ ഇവിടെ നിൽക്ക്, നമുക്ക് നോക്കാം, സിറ്റുവേഷൻ നോക്കിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എന്റെ അടുത്ത് പറഞ്ഞു ഇത്രയും ജനങ്ങളെ കണ്ടപ്പോ എന്നിട്ടുണ്ടാവട്ടെ. പക്ഷെ എന്നിട്ട് സുധിച്ചേട്ടനൊന്നും പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറിയ അപ്പൊ ഓടി വന്നിട്ട് പിന്നെ സുധിക്കൊക്കെ അവര് പോയ കാർ ചെറുതായിട്ടൊന്ന് മറിഞ്ഞ്, പിന്നെ സൂചിച്ചാണ്ട് 2 കാലും ഒന്ന് ഒടിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ ആന്ന് ഞാൻ ഓർത്ത്. എന്നിട്ടും ഈ ആള് കൂടി നമുക്കറിയാലോ. ഞാൻ ആ കിണറ്റുകര ഇങ്ങനെ അങ്ങ് ഇരുന്ന്. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലൊരു ചെക്കൻ വന്നിട്ട് ചേച്ചി ബോഡി എങ്ങോട്ടാ ചേച്ചി കൊണ്ടുവരുന്നത്, കൊല്ലത്തോട്ടാണോ ഇങ്ങോട്ടാണോ? അന്നേരം കിളി പോയി.